അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലർക്കും പല പ്രയാസങ്ങളും ഉണ്ടാവും. പലരും പല അമലുകളും ചെയ്ത് ദുആ ചെയ്തിട്ട് എൻ്റെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കുന്നില്ല എന്ന മനസ്സോടെ ഇരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു അമല് നിങ്ങൾ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നിങ്ങളുടെ ദുആ എളുപ്പം സ്വീകരിക്കും. പടച്ച റബ്ബ് നമ്മുടെ ദുആയ്ക്ക് എളുപ്പം ഉത്തരം നൽകുകയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി തരുകയും ചെയ്യും. ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. മക്കളുള്ളവർക്ക് സമ്പത്തുണ്ടാവില്ല, സമ്പത്തുള്ളവർക്ക് മക്കളുണ്ടാവില്ല. അതുപോലെ ചിലർക്ക് കടങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ജോലിയില്ലാത്ത ആൾക്കാരുണ്ടാവും, ജോലിക്കായിട്ട് തേടുന്നവരുണ്ടാവും. എന്തുമാവട്ടെ, എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മളൊരു ദിക്റൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ദിക്ർ ചൊല്ലുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. ചിലർ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ചെയ്ത് കളഞ്ഞാൽ പതിയെ പതിയെ നമുക്ക് അള്ളാഹു തന്നു നോക്കും. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുന്നതും അമല് ചെയ്യുന്നതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പതിയെ നമ്മൾ ഉയരങ്ങളിൽ എത്തിയ ആ ഒരു സ്ഥലത്ത് നിന്ന് താഴോട്ടേക്ക് പതിയെ പോയി തുടങ്ങും. നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. നമുക്ക് നല്ല അവസ്ഥ വന്നാലും അതുപോലെ മോശം അവസ്ഥ വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ലാഭം കിട്ടിയാലും എന്തുമാവട്ടെ, ഏത് ഘട്ടത്തിലായിക്കോട്ടെ, നമ്മൾ ദുആ ചെയ്ത് നമ്മൾ പടച്ച റബ്ബിനോട് ആവശ്യങ്ങൾ തേടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു ദിക്റൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. നമ്മളിപ്പോൾ ദുആ ചെയ്തിട്ട് ആവശ്യങ്ങൾ കഴിയുമ്പോൾ പടച്ച റബ്ബിനെ മറക്കുന്ന ആ ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ അള്ളാഹു നമ്മളെ വെറുക്കും, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ യാ ലത്തീഫ് യാ അള്ളാ എന്നുള്ള ഈ ഒരു അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ ഒരു ദിക്ർ നിങ്ങൾ 129 തവണ 5 വക്ത് നിസ്കാര ശേഷം നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് ആരോടും സംസാരിക്കാതെ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യം 5 വക്ത് നിസ്കാര ശേഷവും നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിങ്ങൾ ചോദിക്കുക. ഇങ്ങനെ ഈ ഒരു യാ ലത്തീഫ് യാ അല്ലാ എന്നുള്ള ഒരു ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മുടെ ദുആ എളുപ്പം സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ദിക്ർ നമ്മുടെ കൂടെ അങ്ങ് കൂട്ടണം. ആവശ്യം കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. നമുക്ക് നല്ലൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ പടച്ച റബ്ബിനോട് ഹംദ് പറയണം. ധാരാളം ഹംദ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരവസ്ഥ പടച്ച റബ്ബ് ഇനിയും നമുക്ക് തരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അമല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അള്ളാഹു ദുആയ്ക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം തരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.